തിരുവനന്തപുരത്തിൽ 19.7 ലക്ഷം രൂപ പിടികൂടിയ സംഭവത്തിൽ CPM-നെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയുമായി കോൺഗ്രസ്. പിടികൂടിയ പണം CPM-ന്റേതാണോ എന്ന് പരിശോധിക്കണമെന്നാണ് ആവശ്യം. പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും പരാതിയിലുണ്ട്. വിവരങ്ങളുമായി സൂരജ് സജ്ജേരുന്നുണ്ട്. സൂരജ്, നേരത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഇത് കോൺഗ്രസുമായി ബന്ധമുള്ള ആളുടെ പണമെന്ന് ആരോപിച്ചിരുന്നു. ഇപ്പോൾ തിരിച്ച് ഒരു പരാതി വരുന്നു. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം, വസ്തുത? ഗൂഗിൾ ഇന്ന് രാവിലെയാണ് ഈ വള്ളത്തോൾ നഗറിൽ വെച്ച് ഇത്തരത്തിലൊരു 19.70 ലക്ഷം രൂപ പോലീസ് പിടികൂടുന്നത്. ഈ ഇലക്ഷൻ സ്ക്വാഡും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു ഈ പണം പിടിച്ചെടുത്തത്. പിന്നാലെയാണ് ഈ CPM ഇത് സംബന്ധിച്ചൊരു ആരോപണവുമായി രംഗത്തെത്തുന്നത്. കോൺഗ്രസിന് വേണ്ടി കടത്തിയ പണമാണ്. കോൺഗ്രസിന്റെ പാലക്കാട് നഗരസഭാ കൗൺസിലറുടെ അറിവോടുകൂടിയായിരുന്നു ഈ പണം കടത്തിയത് എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണമായി ഉയർത്തിയത്. തൊട്ടു പിന്നാലെയാണ് ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള അനിലക്കര ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നതും ഇതിന് പിന്നിൽ CPM-ആണ്, CPM-ന് വേണ്ടിയാണ് ഈ പണം കടത്തിയതെന്നുള്ള ആരോപണവും മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുശേഷമാണ് മുൻ MP കൂടിയായിട്ടുള്ള TN പ്രതാപൻ ഔദ്യോഗികമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. ഈ 19.70 ലക്ഷം പിടികൂടിയതിന് പിന്നിൽ CPM-ആണ്. CPM-ന് വേണ്ടി കടത്തിയ പണമാണോ എന്നത് പരിശോധിക്കണം എന്നൊരു ആവശ്യമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CPM ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന ആരോപണം കൂടി ഈ കത്തിന്റെ ഭാഗമായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും CPM ആകട്ടെ ഇതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നും കോൺഗ്രസ് ഇത് CPM ആണെന്നും പറയുന്നു. പക്ഷേ ഈ പണം കടത്തിയ വ്യക്തിയെ സംബന്ധിച്ച് BDJS ബന്ധമുള്ളതായി ചിത്രീകരിക്കുന്ന ചില ചിത്രങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ. ശരി സൂരജ്, ഏതായാലും ചേലക്കരയിൽ തിരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ കള്ളപ്പണമാണ് ചർച്ചാ വിഷയമാവുന്ന. പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുകയാണ് മുന്നണികളും.